ഹായ്, എന്തൊക്കെയാണ്? സുഖമല്ലേ? നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നിർമ്മിതികളാണ്. നിർമ്മിതികൾ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കുകൾ എളുപ്പത്തിൽ മേടിച്ച് തരുന്ന ഒരു ഭാഗമാണ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നിർമ്മിതികൾ എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വരയ്ക്കാനും ചെയ്യുവാനൊക്കെ സാധിക്കും. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളെല്ലാം നോക്കിയിരുന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് വരും. പക്ഷേ വീട്ടിൽ വന്നിട്ട് നമ്മൾ വീണ്ടും അത് വരച്ച് പഠിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷനാണ്. ഈ 2 സ്റ്റെപ്പ് അറിയാം, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഇല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ള കൺഫ്യൂഷനൊക്കെ മക്കൾക്ക് സാധാരണ രീതി വരാറുണ്ട് അല്ലേ? അങ്ങനെയെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. കാരണം നമ്മുടെ റെക്കോർഡർ വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കണ്ട് സംശയങ്ങൾ തീർക്കാൻ പറ്റും. അതേപോലെ തന്നെ നല്ല മികച്ച രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് വരച്ച് പഠിക്കാൻ വേണ്ടി പറ്റും. കൃത്യമായിട്ട് നന്നായിട്ട് വരച്ച് പഠിക്കണം. കാരണം നമുക്ക് വലിയ കണക്കുകളൊന്നും കൂട്ടാതെ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് എന്ത്, നിർമ്മിതികൾ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എല്ലാവരും റെഡിയല്ലേ? പെൻസിലും കോമ്പസും പ്രൊട്രാക്ടറും സ്കെയിലൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ്റെ നിർമ്മിതികളുടെ ഒന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. പരിവൃത്ത ആരം 3ഉം 2 കോണുകൾ 40 ഡിഗ്രിയും 60 ഡിഗ്രിൻ്റെ കൂടെ ഒരു ഡിഗ്രിയും കൂടെ ഉണ്ട് കേട്ടോ. 40 ഡിഗ്രിയും 60 ഡിഗ്രിയുമായ ഒരു ത്രികോണം വരയ്ക്കുക. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആൻഡ് 2 ഓഫ് ദ ആംഗിൾസ് 40 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. ഇങ്ങനെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പരിവൃത്ത ആരം അല്ലെങ്കിൽ സർക്കം റേഡിയസ് 3 സെൻറ്റിമീറ്റർ എന്നാണ്. റേഡിയസ് 3 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 3 സെൻറ്റിമീറ്റർ നോക്കുക. സ്കെയിലിൽ നമ്മൾ 3 സെൻറ്റിമീറ്റർ എടുത്തു. കോമ്പസിൽ നമ്മൾ കറക്റ്റ് 3 സെൻറ്റിമീറ്റർ കണ്ടു. 3 സെൻറ്റിമീറ്റർ എടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ഇതാ ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുകയാണ്. ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, എല്ലാവരും എൻ്റെ കൂടെ തന്നെ വരയ്ക്കുക. കാരണം കൺസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കാരണം നമുക്ക് സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിനകത്തുള്ള എല്ലാ മാർക്കുകളും എന്ത് ചെയ്യാൻ പറ്റും, മേടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി നോക്കുക, നമുക്കിനി വരയ്ക്കേണ്ട 2 കോണുകൾ 40 ഡിഗ്രിയും 60 ഡിഗ്രിയുമാണ്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്. ഒരു ചാപം മറുചാപത്തിലുണ്ടാക്കുന്ന കോണുകളെല്ലാം കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും. ആ കോൺസെപ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആരം വരയ്ക്കാം. റേഡിയസ് നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിൽ എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഒരു ആരം നമ്മൾ വരച്ചു. അപ്പോൾ നമ്മൾ റേഡിയസ് വരച്ചു. ആരം വരച്ച ശേഷം നമ്മളിനി ചെയ്യുന്നത് നമ്മൾ പ്രൊട്രാക്ടർ വയ്ക്കുകയാണ്. പ്രൊട്രാക്ടർ കറക്റ്റ് നമ്മൾ സെൻറ്ററിൽ വെച്ചു. കണ്ടോ, വരയിലേക്ക് കൃത്യം നമ്മൾ വെച്ചു. അതിനുശേഷം ഇവിടെ തന്നിരിക്കുന്ന ആംഗിളുകൾ എത്രയാണോ കോണുകൾ തന്നിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി എടുക്കുക. 40ൻ്റെ ഇരട്ടി എത്രയാണ്? 80. ഡബിൾ എടുക്കുക. 60ൻ്റെ ഇരട്ടി എത്രയാണ്? 120 ഡിഗ്രി, 120 ഡിഗ്രി. ഓക്കെ, നമ്മളിനി വരയ്ക്കേണ്ട ആംഗിളുകൾ ഇതൊക്കെയാണ്. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്തു, 80 ഡിഗ്രി കറക്റ്റ് വെക്കണം. വരയിൽ വെച്ച ശേഷം 80 ഡിഗ്രി 10 വരയിൽ നിന്ന് എണ്ണി തുടങ്ങണം കേട്ടോ. വരയിൽ 0 ഉണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ എണ്ണി തുടങ്ങരുത്, 0 തൊട്ട് എണ്ണി തുടങ്ങണം. കാരണം തിരിച്ചെണ്ണിയാൽ ഈ 180 170 എന്നൊക്കെ എണ്ണിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എണ്ണി തന്നെ പോവുക. 0 10 20 30 40 50 60 70 80 ഡിഗ്രി മാർക്ക് ചെയ്യുക. 80 ഡിഗ്രി മാർക്ക് ചെയ്തു. പ്രൊട്രാക്ടർ ഞാൻ റിമൂവ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്തു, സ്കെയിൽ ഉപയോഗിച്ച് ഞാൻ ആ ആംഗിൾ ഇവിടെ വരച്ചു. ഞാനത് അടയാളപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ദിസ് ഈസ് 80 ഡിഗ്രി. പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്തും നമ്മൾ വരച്ചത് എന്താണോ അതെന്ത് ചെയ്യണം, കൃത്യമായിട്ടൊന്ന് അടയാളപ്പെടുത്തി വെക്കണം. 80 ഡിഗ്രി അടയാളപ്പെടുത്തി. ഇനി അടുത്ത നമുക്ക് എത്രയാണ് വരയ്ക്കേണ്ടത്? 120 ഡിഗ്രി. 120 ഡിഗ്രി നമ്മൾ കറക്റ്റ് നോക്കണേ. നമ്മുടെ പ്രൊട്രാക്ടർ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വെച്ചു കേട്ടോ. ഈ വരയിൽ നമ്മൾ സെൻറ്ററിൽ കറക്റ്റ് വെച്ചു. വരയിൽ നമ്മൾ ക്ലിയർ ആക്കി. ഇനി 10 20 എന്ന് വരയിൽ നിന്ന് എണ്ണി തുടങ്ങുക കേട്ടോ. 10 20 30 40 അങ്ങനെ എവിടെ എത്തി? 120 എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ദെൻ ഞാൻ പ്രൊട്രാക്ടർ മാറ്റി റിമൂവ് ചെയ്തു. ദെൻ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടേക്ക് സർക്കിൾ വരെ വരയ്ക്കുന്നുള്ളൂ കേട്ടോ. ഇവിടം വരെ നമ്മൾ എന്ത് ചെയ്തു, വര വരച്ചു. ഇതെത്രയാണ്? 120 ഡിഗ്രിയാണ്. നമുക്കറിയാം ഒരു ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. അതായത് ഈ ആർക്ക് ഇനി ഈ ഭാഗത്ത് എവിടെ കോണുണ്ടാക്കി കഴിഞ്ഞാലും അത് എത്രയായിരിക്കും?
80ൻ്റെ പകുതി 40 ആയിരിക്കും. അതുപോലെ ഇത് 120 ഡിഗ്രിയാണ്. ഈ ചാപം മറുചാപത്തിൽ ഇവിടെ എത്ര കോണുണ്ടാക്കിയാലും ഇവിടെ എവിടെ വേണമെങ്കിലും ആംഗിൾ ഉണ്ടാക്കിയാലും അത് ഈ 120ൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ വേറെ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വരച്ച ശേഷം ഈ 3 പോയിൻറ്റുകളും തമ്മിൽ എന്ത് ചെയ്യുക, ഞാൻ വേണമെങ്കിൽ പേര് കൊടുക്കാം, എ ബി സി എന്ന് പേര് കൊടുത്തു. ദെൻ ഈ എ ബി ഞാൻ ജോയിൻ ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ബി സി ജോയിൻ ചെയ്തു. അതിന് ശേഷം എ സി ജോയിൻ ചെയ്തു. എ സി ഓക്കെ, എ സി ജോയിൻ ചെയ്തു. ഇനി നോക്കിയ മക്കളെ, ഈ എ ബി ഉണ്ടാക്കിയ ആംഗിൾ 80. അങ്ങനെയെങ്കിൽ എ ബി ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും, 40 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇവിടെ നോക്കുക, ബി സി സെൻറ്ററിലുണ്ടാക്കിയ ആംഗിൾ, ഈ ബി സി സെൻറ്ററിലുണ്ടാക്കിയ ആംഗിളാണ് 120. അങ്ങനെയെങ്കിൽ ഈ ബി സി ഓൾട്ടർനേറ്റ് ആർക്കിൽ മറുചാപത്തിലുണ്ടാക്കിയ ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം. പരീക്ഷയ്ക്ക് മിക്കവാറും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിൽ ഒന്നാണിത്. പരിവൃത്ത ആരം 3 സെൻറ്റിമീറ്ററും 2 കോണുകൾ 32.5 ഡിഗ്രി 37.5 ഡിഗ്രിയും കൂടി അടയാളപ്പെടുത്തിയേക്കാം. ഓക്കെ, 37.5 ഡിഗ്രിയുമായ ഒരു ത്രികോണം വരയ്ക്കുക. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആൻഡ് 2 ഓഫ് ദ ആംഗിൾസ് 32.5 ആൻഡ് 37.5. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച അതേ പ്രൊസീജിയർ തന്നെയാണ് ഇതിനകത്തുള്ളത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് വരച്ച് തുടങ്ങാം. ഓക്കെ, അപ്പോൾ 3 സെൻറ്റിമീറ്റർ റേഡിയസ് എടുക്കാം. 3 സെൻറ്റിമീറ്റർ നമുക്ക് കോമ്പസിൽ നമ്മൾ എടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാം അല്ലേ? ഓക്കെ, 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം എന്ത് ചെയ്തു, നമ്മൾ വരച്ചു, ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, നേരത്തെ ചെയ്ത ആ പ്രൊസീജിയർ ഒന്നും മറക്കണ്ട, അതേപോലെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇത് മറ്റൊരു രീതിയിൽ കൂടി ചെയ്യാം, അത് വേറൊരു വീഡിയോയിൽ കാണിക്കാം. കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും പിന്നീട്. ഓക്കെ, അതുകൊണ്ട് ഒരു മെത്തേഡ് തന്നെയാണ് ഞാനിപ്പോൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതാ, ഞാൻ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വര വരച്ചു. ഓക്കെ, ഇനി പരിവൃത്ത ആരം ഇല്ലെങ്കിൽ നമുക്കെന്താണ്, പിന്നെ സർക്കം റേഡിയസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സർക്കിളാണ്, പരിവൃത്തമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ ഇതിൻ്റെ ഇരട്ടി എടുക്കുക. 32.5ൻ്റെ ഇരട്ടി, 32ൻ്റെ ഇരട്ടി എത്രയാണ്? 64. അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 65. ഇനി അരേനെ ഒന്നും ഗുണിക്കാൻ വേണ്ടി നിൽക്കണ്ട. 37ൻ്റെ ഇരട്ടി എത്രയാണ്? 37ൻ്റെ ഇരട്ടി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അത് സംശയമാണോ? 37 × 2. 2 × 7 എത്രയാണ്? 14. റിമൈൻഡർ 1. 3 × 2 6 1 7. ഇതിൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? 1 കൂട്ടിയാൽ മതി. അപ്പോൾ എത്ര ഡിഗ്രി കിട്ടും? 75 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. 75 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ വരയ്ക്കേണ്ട ആംഗിളുകൾ ഇതൊക്കെയാണ്, 65ഉം 75ഉം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊട്രാക്ടറിനെ എടുക്കാം. സെൻറ്റർ ഇതാണ്, സെൻറ്ററിൽ വെച്ചു. കണ്ട വര നമ്മൾ കൃത്യമായിട്ട് വരയിൽ വെച്ച ശേഷം വരയിലുള്ള 0 നിന്ന് എണ്ണി തുടങ്ങി. എത്ര? 65. 60 കഴിഞ്ഞിട്ട് ചെറിയ വരകൾ, അത് കഴിഞ്ഞുള്ള നടുക്കുള്ള വര, 60നും 70നും ഇടയ്ക്കുള്ള വലിയ വര, 65 മാർക്ക് ചെയ്തു. ഇതാ നമ്മൾ 65 ഡിഗ്രി വരച്ചു. ഇനിയോ 75 ഡിഗ്രി വരയ്ക്കണം. 75 ഡിഗ്രി വരയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നമ്മുടെ പ്രൊട്രാക്ടർ ഇങ്ങനെ ചെരിച്ചാണ് വെക്കുന്നത്. ഈ വരയിലാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പം ഈ വരയിലോട്ട് വെച്ചു, സെൻറ്ററിലാക്കി, സെൻറ്റർ കണ്ട് ഇവിടെ ഒരു സെൻറ്റർ കറക്റ്റാക്കി വെച്ചു. ഇനി 75 ഡിഗ്രി കറക്റ്റ് പിടിക്കണേ. 10 നിന്ന് 0 തുടങ്ങി 10, 20, 30, 40, 70, 80 ഇടയ്ക്കുള്ള വലിയ വര 75 ഡിഗ്രി. ഓക്കെ, 75 ഡിഗ്രി മാർക്ക് ചെയ്തു. 75 ഡിഗ്രി. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച പോലെ തന്നെ ഒരു ചാപം മറുചാപത്തിലുണ്ടാക്കുന്ന കോണുകൾ കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും. ഒരു ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. ബട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ പേര് കൊടുക്കാം, എ ബി സി. ഇനി എ ബി സർക്കിളിൻ്റെ ഏത് ഭാഗത്ത് കോണുണ്ടാക്കി കഴിഞ്ഞാലും ഇതൊഴികെ ബാക്കി മറുചാപത്തിൽ എവിടെ കോണുണ്ടാക്കിയാലും 65ൻ്റെ പകുതി 32.5 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഈ 75 ഡിഗ്രി ബി സിൻ്റെ സെൻട്രൽ ആംഗിൾ 75ആണ്. അതുകൊണ്ട് ബി സി ഇവിടെ എവിടെ ആംഗിൾ ഉണ്ടാക്കി കഴിഞ്ഞാലും അത്
75ൻ്റെ പകുതി 37.5 ഡിഗ്രി ആയിരിക്കും. നേരത്തെ ചെയ്ത് നമുക്ക് 3 കോണുകൾ കിട്ടി. അത് 3 നമ്മൾ എന്ത് ചെയ്തു? ഒറ്റയടിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ത്രികോണം കിട്ടി. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ തന്നെ ജോയിൻ ചെയ്ത് നോക്കാം. ഇവിടെ ജോയിൻ ചെയ്തു, AB ജോയിൻ ചെയ്തു അല്ലേ? നമ്മൾ നേരത്തെ ചെയ്ത് അങ്ങനെയാണ്, അങ്ങനെ തന്നെ നമുക്കിതും ചെയ്യാം. നമ്മൾ ഇതും വരച്ചു. പക്ഷെ നമുക്ക് എന്ത് കിട്ടിയില്ല? ത്രികോണം കിട്ടിയില്ല. എന്ത് ചെയ്യും? പേടിക്കൊന്നും വേണ്ട. നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി? ഇങ്ങനത്തെ കേസിൽ ഉണ്ടോ, ഈ AC കൂടി ഒന്ന് ജോയിൻ ചെയ്താൽ മതി. AC കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ട്രയാങ്കിൾ കിട്ടും. നോക്ക്, AB സെൻട്രൽ ഉണ്ടാക്കിയത് 65. ഇതേ AB ഇവിടെ ഉണ്ടാക്കുന്നത് എത്രയായിരിക്കും? 32.5 ആയിരിക്കും. 32.5 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ BC സെൻട്രൽ ഉണ്ടാക്കുന്ന 75. BC നേരെ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 75ൻ്റെ പകുതി 37.5 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണിത്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു നിർമ്മിതി നോക്കാം. ഓണപരീക്ഷയ്ക്കൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണിത്. 5 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരച്ച് അതേ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. നോക്ക്, ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് വിഡ്ത്ത് 5 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ. ഇതിന് വിഡ്ത്തിനും ഹൈറ്റിനും പകരം ലെങ്ത് എന്നും ബ്രെഡ്ത്ത് എന്നും ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഡ്രോ എ സ്ക്വയർ ഓഫ് ദി സെയിം ഏരിയ. അതായത് ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട്, ഒരു ചതുരം വരച്ചിട്ട് അതേ പരപ്പളവുള്ള, അതേ സമചതുരമുള്ള അതേ പരപ്പളവുള്ള മറ്റൊരു സമചതുരം വരയ്ക്കുക. ഒരു ചതുരം വരയ്ക്കുക, അതേ പരപ്പളവുള്ള മറ്റൊരു സമചതുരം, ഒരു സ്ക്വയർ വരയ്ക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന പോലെ 5ഉം 2ഉം വശങ്ങളുള്ള ഒരു ചതുരം വരയ്ക്കാം. ഓക്കെ, ചതുരം നമ്മൾ വരയ്ക്കുകയാണ്. ആദ്യം ഏറ്റവും നീളം കൂടിയ വശം വരയ്ക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. നീളം കൂടിയ വശം എത്രയാണ്? 5 ആണ്. അതുകൊണ്ട് നമ്മൾ സ്കെയിലിൽ 5 സെൻറ്റിമീറ്റർ എടുത്ത് നമ്മൾ വരച്ചു. ഞാൻ തൽക്കാലം പേര് കൊടുക്കുന്നു, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. AB എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. AB എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. ഇനി 2 സെൻറ്റിമീറ്റർ വീതി വരയ്ക്കണം. ഓക്കെ, നമുക്കത് 2 രീതിയിൽ വരയ്ക്കാം. ഒന്ന്, നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഈസി ആയിട്ട് വരയ്ക്കാം. Aയിൽ ഞാൻ പ്രൊട്രാക്ടർ വെച്ചു. ദെൻ കറക്റ്റ് വരയെ ചേർത്ത് നിർത്തി. നിങ്ങൾക്കറിയാം, ഒരു ചതുരത്തിൻ്റെ കോണളവ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 90 ഡിഗ്രി ഞാൻ മാർക്ക് ചെയ്തു, 90 ഡിഗ്രി മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ ഞാനത് കൂട്ടി വരയ്ക്കുകയാണ്, 90 ഡിഗ്രി ഇതും. ഓക്കെ, ദെൻ ഇവിടെയും ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? 90 ഡിഗ്രി മാർക്ക് ചെയ്യുന്നത്. ഇത് കോമ്പസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ. ബട്ട് കുറച്ചും കൂടി എളുപ്പം എന്താണ്? നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പോൾ 90 ഡിഗ്രി മാർക്ക് ചെയ്തു. അത്ര കനത്തിലൊന്നും വരയ്ക്കേണ്ടത്. ഓക്കെ, ചതുരമായില്ല. നമുക്ക് 2 സെൻറ്റിമീറ്റർ വീതി അല്ലെങ്കിൽ അതിൻ്റെ ഹൈറ്റും കൂടി വരയ്ക്കാം. 2 സെൻറ്റിമീറ്റർ നമ്മൾ സ്കെയിലിൽ മാർക്ക് ചെയ്യുകയാണ്. ഇത് കോമ്പസ് ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരുപക്ഷെ സ്കൂളിൽ നിങ്ങൾക്ക് കോമ്പസ് ഉപയോഗിച്ചായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക. അത് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും അത് വരയ്ക്കാം. കൃത്യമായ വഴി തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഞാൻ ABCD എന്ന് എഴുതാണ്. ABCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ ഉയരവും 5 സെൻറ്റിമീറ്റർ വിഡ്ത്തുമുള്ള ഒരു റെക്റ്റാങ്കിളാണ്. ഓക്കെ, 5 സെൻറ്റിമീറ്റർ നീളമുണ്ട്, 2 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരമാണ്. ഇനി വേണമെങ്കിൽ നമുക്കിത് മായ്ച്ച് കളയാം. ഞാൻ തൽക്കാലം ഇത് മായ്ക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കെന്ത് കിട്ടി? ഒരു റെക്റ്റാങ്കിൾ കിട്ടി. ഇനി റെക്റ്റാങ്കിളിൻ്റെ അതേ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ നീളം എത്രയാണ്? BC എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. എപ്പോഴും അത് തന്നെ എന്ത് ചെയ്യുക? നീട്ടി വരയ്ക്കുക. നീട്ടി വരയ്ക്കാൻ നേരത്തെ ശ്രദ്ധിക്കുക, ഇവിടെ വെച്ചിട്ട് നീട്ടി വരയ്ക്കാൻ ശ്രമിക്കാതിരിക്കുക. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് കോമ്പസ് ഉപയോഗിക്കാം, കുറച്ചും കൂടി അക്യുറസി കിട്ടും. BC ഇവിടെ കുത്തുക. BC എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. 2 സെൻറ്റിമീറ്റർ ജസ്റ്റ് ഒരു ആർക്ക് വരയ്ക്കുക. ഒരു ആർക്ക് വരച്ച ശേഷം ഇത് നീട്ടി വരയ്ക്കുക. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വരും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ സ്കെയിൽ വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ട് ചെരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ദെൻ നമ്മൾ നീട്ടി വരയ്ക്കുക. നമ്മൾ എന്താ ചെയ്തത്? ഇതിൻ്റെ വീതി എത്രയാണോ, ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണോ, അതാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇങ്ങോട്ടേക്ക് നീട്ടി വരച്ചത്. ഞാൻ E എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഈ AE എന്ന് പറയുന്ന വര കണ്ടോ? AE എന്ന് പറയുന്ന ലൈനിന്
എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അതായത് ലംബ സമഭാജി വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത നീക്കം. അപ്പോൾ ലംബ സമഭാജി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെയാണ് വരയ്ക്കുക? പകുതിയിലധികം നീളം, ഇതിപ്പോൾ പകുതിയാണ്, പകുതിയിലധികം മോർ ദാൻ ഹാഫ്, പകുതിയിലധികം നീളം എടുക്കുക. ഇത് കണ്ടോ, താഴെ ഒരു ആർക്ക് വരയ്ക്കുക. അതേപോലെ തന്നെ മുകളിലും എന്ത് ചെയ്യുക? ആർക്ക് വരയ്ക്കുക, ചാപം വരയ്ക്കുക. ദെൻ എയിൽ കുത്തിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ ബിയിൽ കുത്തരുത് കേട്ടോ, ഇയിലാണ്, കാരണം നമ്മൾ എയ്ക്കാണ് വരയ്ക്കുന്നത്. ഇയിൽ കുത്തുക, പകുതിയിലധികം നീളം എടുക്കുക, കട്ട് ചെയ്യുക തിരിച്ച്. പക്ഷേ ഇവിടെ നോക്കി ജസ്റ്റ് മുട്ടിയിട്ടേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എയിൽ ഒന്നും കൂടി കുത്തിയിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് കട്ടാവും. ഓക്കെ, ടെൻഷനൊന്നും വേണ്ട. ഇനി ഈ 2 പോയിൻറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. ആ 2 പോയിൻറ്റുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. യെസ്, നമ്മൾ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. ഇപ്പം നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഒരു മിഡ് പോയിൻ്റ്, ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ വരച്ചു. ഓക്കെ, ബൈസെക്ടർ കറക്റ്റ് സെൻറ്റർ ആയിരിക്കും. ഒ എന്ന് ഞാൻ പേര് കൊടുത്തു. ഇനി വളരെ എളുപ്പമാണ്. ഓയിൽ നമ്മുടെ കോമ്പസ് കുത്തുക. ശ്രദ്ധിച്ചല്ലോ, ഓയിൽ കുത്തിയ ശേഷം എയിലേക്കോ ഇയിലേക്കോ ദൂരം എടുക്കുക കേട്ടോ. ഞാൻ എടുക്കുന്നത് എന്താണ്? എയിലേക്കാണ്. എയിലേക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു സെമി സർക്കിളാണ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ എന്ത് വരച്ചു? ഒരു സെമി സർക്കിൾ വരച്ചു, അർദ്ധവൃത്തം വരച്ചു. കംപ്ലീറ്റ് ആയിട്ട് ഒരു സർക്കിൾ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ടീച്ചർമാർ നിങ്ങളോട് ഒരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. സർക്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ സർക്കിൾ വരച്ചോടുക, കുഴപ്പമില്ല, നമുക്ക് എന്തായാലും സർക്കിൾ വരയ്ക്കാം എന്നാൽ. അപ്പോൾ ഒരു സർക്കിൾ വൃത്തം വരച്ചു. ഇനി ചെയ്യേണ്ടത് ഈ വീതി ഇവിടം വരെ, നമ്മുടെ ചതുരം ഇവിടം വരെയാണ് വന്നു നിന്നത് അല്ലേ. അവിടെ നിന്ന് മേളിലേക്ക് വരയ്ക്കുക. ബി സിയിലൂടെ നേരെ മേളിലേക്ക് വരയ്ക്കുക. വരച്ചോ? വരച്ചോ? ഓക്കെ, ഈ എഫ് എന്ന് പേര്. ഓക്കെ, ബി എഫ്. ഇനി ചെയ്യേണ്ടത് ബിയിൽ കുത്തിയിട്ട് ഈ ബി എഫിൻ്റെ നീളം എടുക്കുക. കണ്ടോ, ബി എഫിൻ്റെ നീളം കറക്റ്റ് എടുക്കുക. ക്ലിയർ അല്ലേ? നമ്മൾ എന്താ ചെയ്തത്? വീതി ഇവിടെയാണ് തീരുന്നത് അല്ലേ, നമ്മുടെ ചതുരം ഇവിടെയാണ് തീരുന്നത്. അവിടെ നിന്ന് ഈ സർക്കിൾ എവിടം വരെ എത്തുന്നോ അവിടം വരെ നമ്മൾ എന്ത് ചെയ്തു? നീട്ടിയൊരു വര ഇങ്ങോട്ടേക്ക് വരച്ചു. ഇനി സർക്കിൾ ടച്ച് ചെയ്യുന്ന പോയിൻറ്റിലേക്ക് ഉള്ള ദൂരം നമ്മൾ ബിയിൽ നിന്നുള്ളത് അളന്നെടുത്തു. ഇനി നമ്മൾ എഫിൽ നമുക്ക് കോമ്പസ് കുത്താം, ഒരു ആർക്ക് വരയ്ക്കുക, ഒരു ചാപം വരയ്ക്കുക. ഓക്കെ, ദെൻ ബിയിലും അതുപോലെ തന്നെ ചെയ്യുക, ഒരു ചാപം വരയ്ക്കുക ബിയിൽ കുത്തിയിട്ട്. അപ്പോൾ ഈ ആർക്ക് ഇവിടം വരെയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഈ വരയൊന്ന് നീട്ടി എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു പോയിൻ്റ് കിട്ടിയല്ലോ അല്ലേ. ഞാൻ തൽക്കാലം ഇതിന് ജി എന്ന പേര് കൊടുക്കുകയാണ്. എനിക്ക് പറയാൻ എളുപ്പത്തിനാണ്, നിങ്ങളിങ്ങനെ പേര് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ജിയിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു പോയിൻ്റ് ഇട്ടു. ഈ ജിയിൽ കുത്തിയിട്ട് കോമ്പസിൽ നമ്മൾ നേരത്തെ എടുത്ത അളവ് കളയരുത്. നമ്മൾ എന്ത് ചെയ്തു? ജിയിൽ വെച്ചു. ഈ മേളിൽ വരച്ച ആർക്കിന് നമ്മൾ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. ഇല്ലെങ്കിൽ ജിയിൽ നിന്ന് നിങ്ങൾക്ക് 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിലും ഇതേ കാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കും. 90 ഡിഗ്രി വരെ വരച്ചാലും ഈ പോയിൻ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ബട്ട് നമ്മൾ ഓൾറെഡി കോമ്പസിൽ അളവെടുത്തുകൊണ്ട് അത് ചെയ്താൽ മതിയാവും. ഇനി നമുക്കിത് രണ്ടും എന്ത് ചെയ്യുക? ഇത് ജോയിൻ ചെയ്തു. ഓക്കെ, ഞാൻ വേണമെങ്കിൽ എച്ച് എന്ന് പേര് കൊടുക്കാം. അപ്പം ഞാൻ ജി എച്ച് വരച്ചു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? എഫ് എച്ച് വരച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു സ്ക്വയർ കിട്ടിയിട്ടുണ്ട് അല്ലേ. ദിസ് ഈസ് എ റിക്വയർഡ് സ്ക്വയർ. നമുക്കിവിടെ ഒരു സമചതുരം കിട്ടിയില്ലേ. ഇതാണ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള, ഇല്ലെങ്കിൽ നമ്മൾ വരയ്ക്കേണ്ട എന്ത് സമചതുരം. ക്ലിയർ അല്ലേ? അപ്പോൾ ക്ലിയർ ആകാത്ത സമയത്ത് ഒന്നും കൂടി റീവൈൻഡ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഒന്ന് എടുത്ത് ചെയ്ത് നോക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് ക്ലിയർ ആവുള്ളൂ. നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കേണ്ട കാര്യമാണ്, നിർബന്ധമാണ്. എന്തായാലും എല്ലാ മക്കളും എന്ത് ചെയ്യണം? ഇത് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. വളരെ എളുപ്പമാണ്. ദെൻ ഈ പാഠത്തിൽ നിന്ന് വരാവുന്ന മറ്റൊരു ചോദ്യം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഇത്തരം 4 കൺസ്ട്രക്ഷൻസൊക്കെയാണ് സാധാരണ രീതിയിൽ ഈ പാഠത്തിൽ നിന്ന് വരാറുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓണപരീക്ഷയ്ക്ക് നമുക്ക് ജോമെട്രി എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ഈ പാഠമാണുള്ളത്. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷന് അതിലെ നിർമ്മിതിക്ക് വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ചോദ്യം പറഞ്ഞിരിക്കുന്ന 6 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ അതേ പരപ്പളവുള്ളതും നീളം 7 സെൻറ്റിമീറ്ററുമായ മറ്റൊരു ചതുരം വരയ്ക്കുക. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് വിഡ്ത്ത് 6 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ ആൻഡ് ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് സെയിം ഏരിയ വിത്ത്
വിഡ്ത്ത് 7 സെൻറ്റിമീറ്റർ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ചതുരം വരയ്ക്കണം. 6 സെൻറ്റിമീറ്റർ നീളം. അപ്പോൾ ഏറ്റവും നീളം കൂടിയ വശം നമുക്ക് ആദ്യം എടുക്കാം അല്ലേ? നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങനെ വരച്ചു. 6 സെൻറ്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്തു? വരച്ചു. 6 സെൻറ്റിമീറ്റർ വരച്ചു. ഞാൻ എ ബി എന്ന് പേര് കൊടുക്കുകയാണ്. എ ബി എത്രയാണ്? 6 സെൻറ്റിമീറ്ററാണ്. എ ബി എത്രയാണ്? 6 സെൻറ്റിമീറ്ററാണ്. ഇനി എന്താണ്? 2 സെൻറ്റിമീറ്ററാണ് വീതി അല്ലേ? അപ്പോൾ നമുക്ക് പ്രൊട്രാക്ടർ വെച്ച് തന്നെ ചെയ്യാം. കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പ്രൊട്രാക്ടർ ഉപയോഗിക്കുന്നത്. എത്ര ഡിഗ്രി എടുക്കണം? 90 ഡിഗ്രി എടുക്കണം. ഒരു കനം കുറഞ്ഞ വര വരയ്ക്കാം കേട്ടോ. ഓക്കെ. ദെൻ ബിയിലും എന്ത് ചെയ്യണം? ഇതേപോലെ നമുക്ക് പ്രൊട്രാക്ടർ കറക്റ്റ് വരയെ സെറ്റ് ചെയ്യുക. 90 ഡിഗ്രി മാർക്ക് ചെയ്തു. സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? വൃത്തിയായിട്ട് നമ്മൾ 90 ഡിഗ്രി വരച്ചു. ഓക്കെ. ഇനി എത്രയാണ് ഇതിൻ്റെ വീതി ഇല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് ഹൈറ്റ് എന്ന് പറയുന്നത്? 2 സെൻറ്റിമീറ്റർ ആണ്. കോമ്പസിലെടുക്കാം, ഇല്ലെങ്കിൽ സ്കെയിലെടുക്കുക. സ്കെയിൽ 2 സെൻറ്റിമീറ്റർ എടുത്ത് മാർക്ക് ചെയ്യുക. ബിയിൽ വയ്ക്കുക. സ്കെയിൽ 2 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ഞാനിതിന് സി എന്നും ഇതിന് ഡി എന്നും പേര് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ സി ഡി ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഇനി മുകളിലുള്ള ഇത് മായ്ച്ച് കളയണമെങ്കിൽ കളയാം, ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. തൽക്കാലം ഞാനത് മായ്ച്ച് കളയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ചതുരം കിട്ടി. ഓക്കെ. മായ്ച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. 6 സെൻറ്റിമീറ്റർ നീളമുണ്ട്, 2 സെൻറ്റിമീറ്റർ വീതി അല്ലെങ്കിൽ ഉയരവുമുണ്ട്. ഇനി ഇതേ ഇതിൻ്റെ ഏരിയ എത്രയാണോ അതേ ഏരിയ ഉണ്ടായിരിക്കണം, അതേ പരപ്പളവ് ഉണ്ടായിരിക്കണം. പക്ഷേ അതിൻ്റെ വീതി എത്രയായിരിക്കണം? 7 സെൻറ്റിമീറ്ററും ആയിരിക്കണം. അങ്ങനെയുള്ള മറ്റൊരു ചതുരമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? വരയ്ക്കേണ്ടത്. അപ്പോൾ നേരത്തെ ഫോളോ ചെയ്ത അതേ മെത്തേഡ് ഫോളോ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബി സി നമ്മളെ വീതി എത്രയാണോ അതാണ് നമ്മൾ എടുത്തത്. അതേ വീതി തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ ഇങ്ങോട്ടേക്ക് ആർക്ക് വരയ്ക്കുക. എത്രയാണോ ചോദ്യം തന്നിരിക്കുന്നത് അതിനനുസരിച്ച് ഇവിടെ നീളം എടുത്തിട്ട് ഇങ്ങോട്ട് വരച്ചാൽ മതി. എന്നിട്ട് അതെന്ത് ചെയ്യണം? എക്സ്റ്റെൻഡ് ചെയ്യണം. അതെന്ത് ചെയ്യണം? നീട്ടി വരയ്ക്കണം. ഓക്കെ. ഞാൻ ഇ എന്ന പേര് കൊടുത്തു. നേരത്തെ നമ്മൾ അത് തന്നെയാണ് കൊടുത്തത്. ഇ എന്നുള്ള പേര് കൊടുത്തു. ഇനി ചെയ്യേണ്ട കാര്യം, നമ്മൾ നേരത്തെ വരച്ചതിനെക്കാട്ടും ചെറിയ വ്യത്യാസമുണ്ട് ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇനി വരയ്ക്കേണ്ട എത്രയാണ്? 7 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു ചതുരമാണ് വരയ്ക്കേണ്ടത്, സമചതുരമല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 7 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് ബിയിൽ നിന്ന് 7 സെൻറ്റിമീറ്റർ താഴേക്ക് വരയ്ക്കുക. സ്കെയിൽ വെച്ച് ഇങ്ങനെ വരയ്ക്കാൻ ശ്രമിക്കരുത്. കാരണം ഇവിടെ വെച്ച് നിങ്ങൾ വരയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചെരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 7 സെൻറ്റിമീറ്റർ കോമ്പസിലെടുക്കാം. കോമ്പസിലെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. 7 സെൻറ്റിമീറ്റർ നമ്മൾ കോമ്പസിലെടുത്തു. ഓക്കെ. ദെൻ എന്ത് ചെയ്തു? ബിയിൽ കുത്തിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ആർക്ക് വരച്ചു. ഓക്കെ. ഇനി ബി സി സ്കെയിൽ കുറച്ചും കൂടി കയറ്റി ഈ വരയിൽ നേരെ വയ്ക്കുക. എന്നിട്ട് നേരെ താഴേക്ക് വരച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. ഓക്കെ. അതായത് വളവൊന്നുമില്ലാതെ കറക്റ്റ് കിട്ടും. ഇവിടെ ഇങ്ങനെ വെച്ച് വരയ്ക്കാൻ നിൽക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാൻ സാധ്യതയുണ്ട്. കുറച്ചങ്ങോട്ട് കയറ്റി വെച്ചേക്കൂ. കയറ്റി വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? വര കറക്റ്റാക്കിയിട്ട് നേരെ ഇങ്ങോട്ട് വരച്ചാൽ മതി. ഞാനിതിന് എഫ് എന്ന പേര് കൊടുത്തു. ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ എഫും എയും ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എഫും എയും ഞാൻ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു, കൂട്ടി വരച്ചു. ഇനി എഫും ഇയും തമ്മിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്യാണ്. ഇയും എഫും തമ്മിൽ ഞാൻ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കണേ. എ എഫിനും ഇ എഫിനും ബൈസെക്ടർ വരയ്ക്കാൻ പോവാണ്. ഓക്കെ. സമഭാജി വരയ്ക്കാം, ലംബ സമഭാജി വരയ്ക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യം എ എഫിന് വരയ്ക്കുകയാണ്. അപ്പോൾ എ എഫ് എന്ന് പറയുന്ന നീളത്തിൻ്റെ പകുതിയിൽ കൂടുതൽ നീളമെടുത്തു. പകുതിയിൽ കൂടുതലെടുത്തു. ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു കുറച്ചും കൂടി എടുക്കാം അല്ലേ? ഇവിടെ ഒരു ആർക്ക് വരച്ചു. താഴെയും ഞാനൊരു ആർക്ക് വരച്ചു. ഓക്കെ. ഇനി എന്ത് ചെയ്യുന്നു? എഫിൽ കുത്തുന്നു. എഫിൽ കുത്തിയിട്ട് ഈ ആർക്കിന് ഞാൻ കട്ട് ചെയ്തു. കണ്ടോ? ഇവിടെ ശരിക്കും കട്ടായില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എയിൽ ഒന്നും കൂടി കുത്തുക, ഒന്നും കൂടി വരയ്ക്കുക. അപ്പോൾ കറക്റ്റ് കട്ടാവും. കട്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ സമഭാജി അവിടെ വരയ്ക്കാം. നമ്മളെന്ത് ചെയ്തു? സമഭാജി വരച്ചു. ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ എഫിനും കൂടി വരയ്ക്കുകയാണ്. എഫിൽ ഞാൻ കുത്തി പകുതിയിലധികം വലിപ്പം എടുത്തു. ഓക്കെ. ദെൻ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുകയാണ്. ഇവിടെയും ആർക്ക് വരച്ചു. 2 വശത്തായിട്ട് മേളിലും താഴെയും അപ്പുറയും ഇപ്പുറയായിട്ട് 2 ആർക്ക് നമ്മൾ വരച്ചു. ഇനി ഇയിൽ നമ്മൾ വെച്ചു. ഈ ആർക്കിനെ കട്ട് ചെയ്തു.
കണ്ടോ? ദെൻ ഇവിടെയും എന്ത് ചെയ്തു? കട്ട് ചെയ്തു. ആ ആർക്കിനെ കട്ട് ചെയ്ത ചാപം നമ്മൾ മുറിച്ച് ആ പോയിൻ്റുകൾ നോക്കുക, അത് തമ്മിൽ ജോയിൻ ചെയ്തൊരു വര വരയ്ക്കുക. ഇനി നോക്കുക, നിങ്ങൾ വരയ്ക്കുന്നതനുസരിച്ച് അത് സ്ഥാനമൊക്കെ മാറി മാറി വരാം, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഇനി നമ്മൾ AFന് വരച്ച ബൈസെക്ടർ ഈ വരയാണ്, അതേപോലെ EFന് വരച്ച ബൈസെക്ടർ സമഭാജി ഈ വരയാണ്. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിൻ്റ് എടുക്കുക. കണ്ടോ? കൂട്ടിമുട്ടുന്ന പോയിൻ്റ് നമുക്ക് ഇവിടെ പോയിൻ്റ് കിട്ടി. ഞാൻ O എന്ന് പേര് കൊടുത്തു. കണ്ടോ? ഈ വരയും കൂട്ടിമുട്ടിയത്. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ Aയിലേക്കോ Fയിലേക്കോ അളവെടുക്കുക. ഇത് ഞാൻ വരച്ചതിൽ കറക്റ്റ് അളവ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ഇതാകണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ഓക്കെ, നമ്മൾ Aയിലേക്കുള്ള അളവെടുത്തു, Eയിലേക്കും കറക്റ്റായിരിക്കും അത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സെമി സർക്കിൾ വരച്ചാൽ മതി, വേണമെങ്കിൽ സർക്കിൾ വരയ്ക്കാം. സെമി സർക്കിളിൻ്റെ ആവശ്യം നമുക്കുള്ളൂ. ഓക്കെ, മൊത്തത്തിൽ വരയ്ക്കുകയാണെങ്കിൽ ഇതിലൂടെ കടന്നു പോകും. ദെൻ നമ്മളൊരു സെമി സർക്കിൾ വരച്ചു. ഇനി ശ്രദ്ധിക്കുക, ആ സർക്കിൾ എന്തായാലും ഈ നമ്മൾ നേരത്തെ വരച്ച ചതുരത്തിൻ്റെ ഉള്ളിൽ കൂടിയായിരിക്കും കടന്നു പോവുക. നേരത്തെ വരച്ച നമ്മൾ പുറത്തുകൂടിയായിരുന്നു, ഇത് ഉള്ളിൽ കൂടിയായിരിക്കും എന്തായാലും കടന്നു പോകുക. ആ പോയിൻ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഞാനതിന് വേണമെങ്കിൽ H എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം, നമ്മൾ ഏകദേശം വരച്ച് കഴിഞ്ഞു കേട്ടോ. ഈ B തൊട്ട് H വരെയുള്ള നീളം കോമ്പസിലെടുക്കുക, BH എടുക്കുക. BH എടുത്ത ശേഷം ഇതാണ് നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്ന ചതുരത്തിൻ്റെ വീതി എന്ന് പറയുന്നത്. ആ വീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, BH എടുത്തു. നമ്മൾ എന്ത് ചെയ്തു? ഇതേ ആർക്കിൽ തന്നെ, ഇതേ വരയിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്തു. ദെൻ Fൽ കുത്തുക, ഇവിടെ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ഇതിനെയല്ല കേട്ടോ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്, കൺഫ്യൂഷൻ വരണ്ട. നമ്മളവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ആർക്ക് വരയ്ക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കോമ്പസ് എടുക്കുക, പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്ത ശേഷം നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? ഇവിടെ ഇങ്ങനെ തലതിരിച്ചിങ്ങനെ വയ്ക്കുക. നമ്മൾ ഈ പോയിൻ്റ് കണ്ട്, ഈ പോയിൻ്റിൽ കറക്റ്റ് വയ്ക്കുക. 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ വര നേരെ താഴേക്ക് വരയ്ക്കുക. കട്ട് ചെയ്യും ഉറപ്പായിട്ടും. നമ്മൾ നേരത്തെ വരച്ചതിൽ കട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്തു അല്ലേ? ഇസ് ഇറ്റ്? നമുക്ക് ആർക്ക് ഒന്നും കൂടി വരയ്ക്കാം. BF. കാരണം ഞാൻ പിന്നെ പെൻസിലില്ലാതെ വരച്ച് കഴിഞ്ഞപ്പോൾ അതിനൊരു ക്ലാരിറ്റി ഇല്ലാതെ പോയി. ഇതാണ് നമ്മൾ വരയ്ക്കുന്ന ചതുരത്തിൻ്റെ വീതി. ഇനി അവിടെ നമ്മൾ 90 ഡിഗ്രി എടുത്തിട്ട് എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് വരച്ചു. ഓക്കെ, അപ്പം എവിടെയാണോ ടച്ച് ചെയ്തത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് കൂട്ടി വരയ്ക്കുക. കൃത്യമായിട്ട് കൂട്ടി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇവിടെ ഒരു ചതുരം കിട്ടും. ഈ ചതുരത്തിൻ്റെ നീളം എത്രയാണ്? 7 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, ഇതിൻ്റെ വീതി അളക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് ഇതേ പരപ്പളവുള്ളതും ഒരു വസ്തുവിൻ്റെ നീളം 7 സെൻറ്റിമീറ്ററുമായിട്ടുള്ള മറ്റൊരു സമചതുരം നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ വരച്ചതിനെക്കാട്ടും ഇച്ചിരി സ്റ്റെപ്പ് കൂടുതലാണ്. ബട്ട് നിങ്ങൾ സ്ലോ ആയിട്ടൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റും. എന്തായാലും നമുക്കൊരു 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് കിട്ടുന്ന ഒരു കൺസ്ട്രക്ഷനാണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? നന്നായിട്ട് എന്ത് ചെയ്യുക? വരച്ച് പഠിക്കുക.